ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ലോഗിലോട്ട് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അൽഹംദുലില്ലാ. അപ്പോൾ ഇന്ന് ചെറിയൊരു വ്ലോഗാണ് കേട്ടോ, ചെറിയൊരു വീഡിയോയെ ഇന്ന് ഞാൻ ഇടുന്നുള്ളൂ. അപ്പോൾ ഒരുപാട് ലെങ്തി ഒന്നും അല്ല. ഇനിയിപ്പം കുറച്ച് ദിവസത്തേക്ക് നമുക്ക് കറക്റ്റ് ടൈമിങ്ങിലൊക്കെ ഇടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. എല്ലാവരും ഞാൻ താമസിച്ചിട്ടാലും വീഡിയോ കാണാൻ മറക്കരുത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇപ്പം പിള്ളേർക്ക് സ്കൂൾ അടച്ചതുകൊണ്ട് ഫോണിനകത്താണ് കേട്ടോ. അപ്പം നമുക്ക് പെട്ടെന്നൊന്നും നമ്മുടെ കയ്യിൽ ഫോൺ കിട്ടിയെന്ന് വരത്തില്ല. പിള്ളേരുടെ കയ്യിലൊക്കെ ചിലപ്പം പോകാൻ ചാൻസ് ഉണ്ട് ഫോണ്. അവർ നോക്കാനൊക്കെ ആയിട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് നമ്മുടെ ടൈമിങ്ങിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാനോ വീഡിയോ പിടിക്കാനോ ഒന്നും പറ്റിയെന്ന് വരത്തില്ല. അപ്പം എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഓക്കെ, എല്ലാവരും വീഡിയോ കാണാതിരിക്കരുത്. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഇനി അങ്ങോട്ടും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ലക്ഷ്യത്തിലെത്താൻ കഴിയത്തുള്ളൂ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇന്ന് ദാണ്ടെ ഒരു ഒരു കേക്ക്, ഒരു ക്രിസ്മസ് കേക്കാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് മുറിക്കാനുള്ള ഒരു തത്രപ്പാടിലാണെന്ന് പറയാം കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് കേക്കെന്ന് പറഞ്ഞാലേ കാണുമ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ കൈ കിട്ടിയുള്ള അവസ്ഥ എന്തായിരിക്കും എന്നാലോചിച്ച് നോക്കിയേ. അപ്പോൾ ദാണ്ടെ അത് മുറിക്കുവാനും എങ്ങനെ മുറിക്കണം എന്നുള്ള ഒരു അങ്കലാപ്പിലാണ് കേട്ടോ. അപ്പം ഏത് രീതിയിലാണ് മുറിക്കേണ്ടതെന്നൊരു പിടുത്തവും ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ തന്നെ മുറിച്ച് തരാമെന്നും പറഞ്ഞ് ഞാനത് ചെറിയ ചെറിയ പീസാക്കി ഡിവൈഡ് ചെയ്ത്, അപ്പം 4-5, ഇപ്പം ഞങ്ങളിപ്പോൾ ഒരു 5 പേരാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു ആളും കൂടെ ഉണ്ട്, എക്സ്ട്രാ ഒരാളും കൂടെ ഉണ്ട്. അപ്പം 6 നമുക്ക് വീതം വെക്കണം. അപ്പം ഞാൻ ചെറിയ പീസാക്കി എല്ലാം സ്ക്വയർ പീസാക്കി എല്ലാം മുറിച്ചിട്ട് ഞാൻ 6 ഭാഗിച്ച് 2 കഷ്ണം വെച്ച് ഓരോരുത്തർക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ കഷ്ണം ഞാൻ കഴിച്ചിട്ടില്ല, ഇൻഷാ അല്ലാഹ് നാളെ കഴിക്കാൻ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിച്ചു. അപ്പം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും പങ്കിടുമ്പോൾ ഒരുപോലെ പങ്കിടണം, അല്ലെങ്കിൽ പിന്നെ വിഷമം ഉണ്ടാക്കത്തില്ലയോ. അപ്പോൾ അങ്ങനെല്ലാം പങ്കിട്ടെല്ലാം മാറ്റി. പക്ഷേ ഞാൻ മുറിച്ച് വന്നപ്പോൾ ഉള്ള പ്രശ്നമെന്ന് വെച്ചാൽ ഞാൻ വലിയ കാര്യത്തെ എല്ലാം ഡിവൈഡ് ചെയ്തെല്ലാം മുറിച്ചെടുത്തു കേട്ടോ. പക്ഷേ അത് ഇളക്കി വരാൻ വലിയ പാട്, ആകെ അലമ്പായിപ്പോയി. പിന്നെ പിള്ളേരായതുകൊണ്ട് പിന്നെ അങ്ങ് ക്ഷമിച്ച്. അങ്ങനെ ദാണ്ടെ എല്ലാവർക്കും ഞാൻ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു പപ്പരയ്ക്ക, അത് കിറ്റിൽ തന്നെ ഇരുന്നപ്പോഴത്തേക്കിന് ഇന്നലെ കൊണ്ടുവന്ന പപ്പരയ്ക്കാണ്, അത് കിറ്റിൽ തന്നെ വെച്ചിരുന്നു. അപ്പോൾ അത് കാരണം ഇന്ന് എടുത്തപ്പോൾ തന്നെ അതിൻ്റെ താഴ്ഭാഗത്തേക്ക് ചെറിയതായിട്ടൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇനി അത് കിറ്റ് വെച്ചാലോ പേപ്പർ വെച്ചാലോ ശരിയാകത്തില്ല എന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ ഉടനെ തന്നെ അതങ്ങ് തൊലിയൊക്കെ വൃത്തിയാക്കി അങ്ങ് കഷ്ണിക്കാമെന്ന് വിചാരിച്ചു. ഉടനെ അല്ല, എന്നാലും ഏകദേശം ഇതിപ്പോൾ രാത്രിയിലാണ്, ഒരു 7 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. കേക്ക് മുറിക്കുമ്പോഴും വീഡിയോ എടുക്കുമ്പോഴും എല്ലാം 7 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ടാണ് ഞാൻ ആ പപ്പരയ്ക്ക, നല്ല മധുരമുണ്ട് കേട്ടോ, നാടൻ പപ്പരയ്ക്കയാണ്, ഒരു വീട്ടിൽ പിടിച്ചതാണ്. അപ്പം ഇവിടുത്തെ നാത്തൂൻ്റെ വീട്ടിൽ പിടിച്ചതാണ്. നാത്തൂൻ്റെ മോളും ഇവിടെ കൂടെ ഉണ്ട്. അതാണ് ഒരാൾ എക്സ്ട്രാ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ അത് നാത്തൂൻ്റെ മോളാണ്. അപ്പോൾ അങ്ങനെ ദാണ്ടെ ഞാൻ ആ പപ്പരയ്ക്കായും കഷ്ണിച്ചെല്ലാം ഇട്ടിട്ട് അതും ഡിവൈഡ് ചെയ്ത് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. എല്ലാവരും 7 മണിയൊക്കെ ആകുമ്പോൾ ഫുഡ് കഴിക്കുന്നതിന് മുമ്പായിട്ട് എല്ലാവരും ഒന്ന് കഴിക്കട്ടെ എന്ന് കരുതി എല്ലാം കൊണ്ടുപോയി അവിടെ കൊണ്ടുവന്ന് വെച്ച് കൊടുത്ത്, ഹാളിൽ കൊണ്ടുവന്ന് വെച്ച് കൊടുത്തു. അപ്പോൾ എല്ലാവരും എടുത്ത് കഴിക്കുന്നുണ്ട്. പിന്നെന്താണ് ദാണ്ടെ നല്ല പഴുത്ത നല്ല മധുരമുള്ള പപ്പരയ്ക്ക. ഓക്കെ, പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ കേക്ക്, അതൊരു ഗസ്റ്റ് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ കേക്ക്. അല്ലാതെ നമ്മളങ്ങനെ കേക്കൊന്നും അങ്ങനെ വാങ്ങിപ്പില്ല. പക്ഷേ എനിക്ക് വാങ്ങിക്കുന്നതൊക്കെ ഇഷ്ടം, പക്ഷേ എൻ്റെ കണ്ണിൽ പെട്ടില്ല ഇങ്ങനത്തെ കേക്ക്, അല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഞാൻ വാങ്ങിച്ചേരാം. ഇത് ടൗണിൽ നിന്ന് അങ്ങാണ്ട് വാങ്ങിച്ചുകൊണ്ട് വന്നതുകൊണ്ടാണ് നമുക്കിങ്ങനെ നല്ലൊരു കേക്ക് കിട്ടിയത്. പിന്നെ അത് കഴിഞ്ഞ് അവർ അണ്ടിപ്പരിപ്പും കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അത് ഞാനൊരു ടിന്നിനകത്താക്കി ഇട്ട് വെച്ചതാണ്. പിന്നെ ദാണ്ടെ അത്താഴത്തിന് കറികളൊന്നുമില്ല. കാരണം ഇന്നലെ ഞാൻ സെലിബ്രേഷന് പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഒരുപാട് താമസിച്ചാണ് ഉറങ്ങിയത് കേട്ടോ. അപ്പം ഇന്നലത്തെ നല്ല മഞ്ഞുണ്ടായിരുന്നു പുറത്ത്. രാത്രിയിൽ 10-11 മണി വരെയൊക്കെ മഞ്ഞത്ത് ഇരുന്നത് കൊണ്ടായിരിക്കും രാവിലെ എണീച്ചപ്പം ഭയങ്കര തലവേദന, കണ്ണ് തുറക്കാൻ പറ്റാത്ത തലവേദന ആയതുകൊണ്ട് എനിക്ക് രാവിലെ ഉച്ചയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഉള്ളതൊക്കെ ചൂടാക്കിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു. അപ്പോൾ അത് കാരണം വേറെ വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ മാറിക്കിടന്ന് നേരം ഒന്ന് മയങ്ങി, എൻ്റെ തലവേദനയൊക്കെ മാറിക്കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കിച്ചണിൽ കയറി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചൂടാക്കി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ അത്താഴത്തിന് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് കരുതിയത്. അപ്പോൾ ദാണ്ടെ എനിക്ക് എന്തോ ഉണ്ടാക്കണം, മീനൊക്കെ ഇരിപ്പുണ്ട്. പക്ഷെ വൈകുന്നേരം നമ്മൾ മീൻ വെട്ടാനിരുന്നാൽ കൈക്കൊക്കെ നല്ല സ്മെല്ല് വരുന്നതുകൊണ്ട് ഞാൻ മീൻ വെട്ടത്തൊന്നുമില്ല.
വൈകുന്നേരം. പിന്നെ വെട്ടിയതൊക്കെ എടുത്ത് കറി വെക്കും. പക്ഷേ ഇന്നിനിയിപ്പം മൊത്തത്തിൽ പലരും പല കറികളല്ലേ കൂട്ടുന്നത്. ഇപ്പം ഒരു ഒറ്റ കറി വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ എല്ലാവരും കൂട്ടുവാണെങ്കിൽ ആ പ്രശ്നമില്ല. ഇത് നമുക്ക് ഓരോരുത്തരും ഓരോ സൈസ്, മിക്കവാറും പല സൈസിലെ കറി വെക്കേണ്ടി വരും. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇച്ചിരി ഇപ്പോൾ ഈ എന്തുവാ പൊട്ടറ്റോ ഫ്രൈ ചെയ്തെടുക്കാം. അതാകുമ്പോൾ മോളും ഒക്കെ കഴിച്ചോളും. പിന്നെ നെല്ലിക്ക ഉപ്പിലിട്ടതും ഒക്കെ ആയിട്ട് കഴിച്ചു കൂട്ടി. അത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അള്ളാ നാളെ ഇനി എന്തെങ്കിലും നല്ല മീനൊക്കെ എന്തെങ്കിലും എടുത്ത് കറി വെച്ചൊക്കെ വീഡിയോ ഇടണം ഇൻഷാ അള്ളാ. പിന്നെ എൻ്റെ തയ്യൽ ഇതുവരെയും കംപ്ലീറ്റ് ആയിട്ടില്ല. ചുരിദാർ പകുതിക്ക് വെച്ച് തയ്ച്ച് സ്റ്റോപ്പാക്കി വെച്ചേക്കോ കേട്ടോ. ഇനി അത് ഫിനിഷ് ചെയ്യാൻ ഇതുവരെയും പറ്റിയില്ല. ഇന്നും അങ്ങ് മടി പിടിച്ചങ്ങിരുന്നു. പിന്നെന്താണ്, ഇനി സ്കൂൾ തുറക്കുന്നത് 5-ാം തീയതിയാണ്. അതുവരെ ഇനി പിള്ളേരും ബഹളവും കാര്യങ്ങളും സ്കൂളിൽ പോകണ്ടല്ലോ. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഇൻഷാ അള്ളാ തിങ്കളാഴ്ചയാണ് കല്യാണ ഫംഗ്ഷൻ. അപ്പോൾ അതിനുള്ള ഡ്രസ്സൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. ഞാൻ വാങ്ങിച്ച് വെച്ചപ്പോൾ ഉണ്ട്. ഇൻഷാ അള്ളാ ഒന്ന് ഷേപ്പ് ചെയ്ത് അടിക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്യണം. പിന്നെ നമ്മൾ നേരത്തെ പോകാത്തത് കൊണ്ട് അതിനകത്തൊരു വലിയ ഉഷാറ് തോന്നുന്നില്ല. ഇനിയിപ്പം തിങ്കളാഴ്ചത്തെ ഫംഗ്ഷന് ഞായറാഴ്ച റെഡിയായാൽ മതിയല്ലോ, ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയാൽ മതിയല്ലോ. ശനിയാഴ്ചയോ വെള്ളിയാഴ്ചയോ ഒന്നും നമ്മൾ പോകുന്നില്ലല്ലോ. അപ്പം കുറച്ച് ദിവസം കൂടെ ടൈമുണ്ട്. ഇവിടെ മോനെന്നും മുട്ട പൊരിച്ചത് വേണം. ഒന്നെങ്കിൽ ഇപ്പം മീൻ പൊരിച്ചത് മീൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഒരു മുട്ടയെങ്കിലും പൊരിച്ച് അവന് സൈഡിൽ വെച്ച് കൊടുക്കണം കഴിക്കാൻ. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ മുട്ട പൊരിച്ചതും മീൻ പൊരിച്ചതും മീൻ കറിയൊക്കെ കൊടുത്ത് ചോറ് കൊടുത്തെങ്കിലും അത്താഴത്തിന് മീൻ കറിയും മുട്ട പൊരിച്ചതൊന്നും ഇല്ല. മീൻ കറിയുണ്ട്, മീൻ പൊരിച്ചതില്ല. അപ്പോൾ ദാണ്ടെ 2 മുട്ടയെടുത്ത് കലക്കി പൊരിക്കുമായിരുന്നു. അപ്പം അത് കലക്കിയപ്പോൾ അതിൻ്റെ പകുതി കുറച്ച് വെള്ള അതിനകത്തോട്ട് വീണ് പോയിട്ടുണ്ട്. അതെല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇച്ചിരി കൊച്ചുള്ളിയൊക്കെ അരിഞ്ഞിട്ട്, പച്ചമുളക് ഇടുന്ന ഇഷ്ടമല്ല കേട്ടോ, അല്ലെങ്കിൽ പിന്നെ കുരുമുളക് ഇടണം. അപ്പോൾ ഞാൻ പിന്നെ കുരുമുളകിൻ്റെ പൊടിയിട്ട് കൊച്ചുള്ളി അരിഞ്ഞിട്ട് എല്ലാം കലക്കി എടുക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി പൊട്ടറ്റോ ഫ്രൈ ആയിരുന്നല്ലേ, കിഴങ്ങ് ഫ്രൈ ആയിരുന്നു, സൂപ്പറായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെയും ബൈ.